മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് സംഘ് പരിവാർ RSSനെ കരുതിയിരിക്കണം എന്നതാണ്. ഇപ്പോൾ അതിൻ്റെ പ്രസക്തി വളരെ കൂടിയിരിക്കുന്നു എന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. RSS ലക്ഷ്യം വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് RSSകാർ അവരുടെ കഠിനമായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. RSSകാരായ സവർണന്മാർ, മേൽജാതി വിഭാഗത്തിലുള്ള ആളുകൾ സാധാരണക്കാരായ ഹിന്ദുക്കളെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ദളിത് വിഭാഗത്തിലെ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു വിഭാഗത്തിലെ സഹോദരങ്ങളെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ ശാഖകളിലും മറ്റുമായി പഠിപ്പിക്കുന്നത് ഇത്തരം മുസ്ലിം വിരോധമാണ്. കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ടാവും, ക്രൈസ്തവ വിരോധമുണ്ടാകും, പക്ഷേ മുസ്ലിം വിരോധമാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. RSSകാരൻ്റെ മനസ്സിൽ മുസ്ലിമാണെങ്കിൽ അവനോട് എന്ത് നിലപാടും സ്വീകരിക്കാം എന്ന ഒരു എഡ്യൂക്കേഷൻ അവർ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും തൻ്റെ കൂടെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടി മുസ്ലിമാണെങ്കിൽ അവനോട് അവസരം കിട്ടിയാൽ അതിക്രൂരമായ നിലപാടുകൾ എടുക്കണം എന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്, ഇവരുടെ ശാഖകൾ പഠിപ്പിക്കുന്നതാണിത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ മുസ്ലിം വിരോധം കുത്തിവെച്ച് എത്രത്തോളം എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സ്ത്രീകൾ മരിച്ചുപോയി ഖബറടക്കപ്പെട്ടു പോയാൽ പോലും ആ ഖബറിൽ നിന്ന് അവരുടെ മയ്യിത്തുകൾ എടുത്ത് ബലാത്സംഗം ചെയ്യണം എന്ന് വരെ പറയുന്ന തരത്തിലുള്ള വംശീയ വിദ്വേഷം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് RSSകാരെ വിടാം, നമ്മൾക്ക് അവരെ മൈൻഡ് ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെടരുത് എന്നാണ് എല്ലാവരോടുമായി പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്. RSSനെ ഭയപ്പെടരുത്. അതേസമയം RSSനോടൊപ്പം ചേർന്ന് ഈ പറയുന്ന വിഷയങ്ങൾ വിശ്വസിച്ചു പോകുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സാധാരണക്കാരായ ഹിന്ദുക്കളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ഈ RSSകാര് ഈ മുസ്ലിം സ്ഥാപനങ്ങളുടെയും വീടുകളുടെയൊക്കെ മുമ്പിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓഫറുണ്ട്. ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രം വന്നാൽ ഇതൊക്കെ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ മുസ്ലിമിൻ്റെ ഈ വീട് നിനക്കുള്ളതായിരിക്കും, മുസ്ലിമിൻ്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിൻ്റെതായിരിക്കും എന്നൊക്കെ ഓഫർ കൊടുക്കുന്നതായി കുറേ വിവരങ്ങൾ നമുക്കുണ്ട്. അപ്പം അങ്ങനെ ആ ഓഫറൊക്കെ കിട്ടിയിട്ട് ഏതെങ്കിലും ആളുകൾ അങ്ങനെ ഒരു ദിവാസ്വപ്നത്തിൽ അങ്ങനെ നേടിയെടുക്കാം എന്നൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, കാരണം ഇവർ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മോഡലാണ് UP. നമ്മളെ ഉദ്ഘാടന പ്രാസംഗികൻ ചിലതൊക്കെ അവിടെ സൂചിപ്പിച്ചു. മോഡൽ ഹിന്ദുത്വ രാഷ്ട്രം വന്നാൽ എന്താണ് നടക്കാൻ പോകുന്നത്, അതാണ് UPയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയും കോടതികളിൽ പോലും ജനങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത്. ഭരിക്കുന്നതാരാ? ഈ പറയുന്ന രാമരാജ്യം വരാൻ പോകുന്നു, ഹിന്ദുത്വ രാജ്യം വരാൻ പോകുന്നു, അവിടെ എന്താണ് വളരെ നല്ല ജീവിതമുണ്ടാകുമെന്നൊക്കെ സ്വപ്നം കാണുന്ന ഈ ജീവികൾ, ഈ RSSകാർ വിഭാവന ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ചെറിയ മോഡലായ UPയിൽ സഞ്ചാര സ്വാതന്ത്ര്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യാത്ര ചെയ്താൽ മുസ്ലിങ്ങളാണെങ്കിൽ എവിടെയും ഏതു സമയത്തും അടിച്ചുകൊല്ലാം. ദളിത് കുട്ടികൾ സവർണന്റെ ഏതെങ്കിലും പുരയിടത്തിൽ മലമൂത്ര വിസർജനം നടത്തിപ്പോയാൽ അവനെ പിടിച്ചുകൊണ്ടുപോയി അടിച്ചുകൊല്ലുന്നു. ഹത്രാസിലെ ദളിത് പെൺകുട്ടിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് പിന്നീട് കൊല്ലപ്പെടുന്നു ആ കുട്ടിയെ ചുട്ടുകരിച്ചു കളഞ്ഞു, മാതാപിതാക്കൾക്ക് പോലും മയ്യിത്ത് കാണിച്ചു കൊടുക്കാതെ. എത്ര ക്രൂരമായ സംവിധാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒരു ഭാഗത്ത് സഞ്ചാര സ്വാതന്ത്ര്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം സ്വാധീനമുള്ള, അവർ പറയുന്നവർക്ക് മാത്രം ഇഷ്ടാനുസരണം ജീവിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രം, അതാണ് ഹിന്ദുത്വ രാഷ്ട്രം. മറ്റൊന്ന്, മതസ്വാതന്ത്ര്യം തകർക്കപ്പെടുന്നതാണ് ഹിന്ദുത്വ രാഷ്ട്രത്തിൽ. ഭരണഘടന പറയുന്നത് ഏതു മതത്തിനും ഏതു മതങ്ങൾക്കും ഇഷ്ടം പോലെ അവർക്ക് ജീവിക്കാം, വിശ്വസിക്കാം, പ്രവർത്തിക്കാം. ആ മതസ്വാതന്ത്ര്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹിന്ദുത്വ തീവ്രവാദത്തിനു മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ മതപരമായ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും തകർക്കപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ടാണ് തൊപ്പിയിട്ടവനെ കാണുമ്പോൾ അവൻ കുട്ടിയാണെങ്കിൽ പോലും അവന് നേരെ ആക്രമിക്കാനുള്ള സ്വഭാവം ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തട്ടം കണ്ടാൽ, തട്ടമിട്ട ഭരതയിട്ട പിള്ളേരെ കുട്ടികളെ കണ്ടാൽ, സ്ത്രീകളെ കണ്ടാൽ ഇവന്റെ ഫാഷിസത്തിന്റെ ക്രൂരമായ കുന്തമുന അവർക്ക് നേരെ നീളുകയാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. മിനഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ലക്നൌവിനടുത്ത് 2 കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച സംഭവം ഉണ്ടായി. ആരെന്നറിയുമോ? യുവവാഹിനി എന്ന് പറയുന്ന ഒരു RSS സംഘടനയാണ്. യുവവാഹിനി എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ഉണ്ടാക്കിയ ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. RSS ഒരു ഗ്രൂപ്പാണ്. അവർ യാത്ര ചെയ്തു പോകുമ്പോൾ അവരെ പരസ്യമായി തടഞ്ഞു നിർത്തി ആക്രമിക്കാനും മർദ്ദിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തി. എങ്ങനെയോ അവർ രക്ഷപ്പെട്ടു പോയതാണ്. അത് ക്രിസ്ത്യാനികൾക്ക് നേരെയാണ്. ആരാ നടത്തിയത്? ഹിന്ദു യുവവാഹിനിയാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടനേക പേരുകളിൽ ഒരുപാട് ക്രിമിനൽ സംഘങ്ങൾ UP-യിലും ഇന്ത്യയിലൊട്ടാകെയും ഇവർ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ തരത്തിലുള്ള അക്രമങ്ങൾ വിട്ടുകൊണ്ടേയിരിക്കുന്നു. മറ്റൊന്ന്, നിർഭയത്വം എന്നത് ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഭയമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. യാത്രാ സ്വാതന്ത്ര്യം തകർക്കപ്പെടുന്നു. ഏത് സമയത്തും ആക്രമിക്കപ്പെടാവുന്ന ഒരു അന്തരീക്ഷം ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതാണ് സംഘപരിവാറിന്റെ ഹിന്ദു രാഷ്ട്രത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നീതി പറയാനില്ലല്ലോ. കേരളത്തിലെ 2 യുവാക്കൾ യാത്രാവേളയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. UP-യിൽ നിന്ന് കുറ്റങ്ങളില്ല, കേസുകളില്ല. പക്ഷേ പിന്നീട് 5 ദിവസം ഭീകരമായി അവരുടെ സങ്കേതങ്ങളിൽ മർദ്ദിച്ച് ശക്തമായ സമ്മർദ്ദമുണ്ടായപ്പോൾ വിമോചിപ്പിച്ചു. UAPA ചുമത്തി ജയിലിലടച്ചിരിക്കുന്നു. അവരെ കാണാൻ പോയ 7 വയസ്സുകാരൻ മുതൽ 70 വയസ്സുകാരി വരെയുള്ള ആളുകളെ RT-PCR കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ജയിലിലടച്ചു. നിങ്ങൾ നോക്കണം, RT-PCR കാലാവധി കഴിഞ്ഞു പോയി എന്ന്. അതിന് ജയിലിലടയ്ക്കാമോ? ക്രിമിനൽ കുറ്റമാണോ? കോടതി അനുകൂലമായി നിന്നു. 14 ദിവസം റിമാൻഡ് ചെയ്തു. നീതി എവിടെ? സുരക്ഷ എവിടെ? ഇവിടെ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിന്റെ മോഡലായ UP സംസ്ഥാനത്തിൽ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഇനി UP-ക്ക് ഇപ്പുറത്തേക്ക് വന്നാൽ ഗുജറാത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഗുജറാത്തിലെ കലാപങ്ങളെ കുറിച്ച് പറയണ്ട. ഗുജറാത്തിലെ ദളിത് പീഡനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇങ്ങനെ നോക്കിയാൽ വരാൻ പോകുന്നത് ഇങ്ങനെ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന, നീതിയും സുരക്ഷയുമില്ലാത്ത, ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി, ഒരു രാജ്യമാണ് ഇന്ത്യ മാറാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഇവരുടെ ഭരണം പരിശോധിച്ചാലോ? ഈ RSSകാരുടെ നേതാക്കന്മാർ ഭരിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ എന്താ? ഇന്ത്യ രാജ്യം വിറ്റുതുലയ്ക്കുകയാണ്, കട്ടുമുടിക്കുകയാണ്. വിറ്റുതുലയ്ക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനും വിറ്റുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ കടം 101 കോടി ലക്ഷം രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടാണ്. ഇന്ത്യക്ക് ഒരു പൈസയും ഉണ്ടാക്കാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഭരിക്കുന്നതാരാ? ഭാരതമാതാവിന്റെ പുത്രന്മാർ, രാജ്യസ്നേഹികൾ, രാമരാജ്യം കെട്ടിപ്പടുക്കാൻ പോകുന്നവർ. അവർ പറയുന്നത് രാമരാജ്യമാണ്. അവർ പശുസ്നേഹികളാണ്. പശുവാണ് അവർക്ക് താല്പര്യം. മനുഷ്യരോട് കൂറില്ല, മനുഷ്യരോട് താല്പര്യമില്ല. പശുവിനെ തന്നെ പശുവിന്റെ പാലിനോട് ഇഷ്ടമില്ല, പശുവിന്റെ ചാണകത്തോടാണ് ഇഷ്ടം. ചാണകം കണ്ടാൽ ഇവരുടെ ഹാലിളവും. ആരെങ്കിലും ചാണകം കൊണ്ടുപോകുന്ന കണ്ടാൽ അത് അവർ കയറി അടിക്കും. പശുവിന്റെ മൂത്രത്തോടാണ് സ്നേഹം, പശുവിന്റെ പാലിനോട് സ്നേഹമില്ല ഈ RSSകാർക്ക്. വെറുതെ പറയുന്നതല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. പശുവിന്റെ പാല്, പശുവിന്റെ മൂത്രം കുടിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു.
നമുക്കറിയാം, നമ്മുടെ എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട് അദാനിക്ക് 50 വർഷത്തെ കാലത്തേക്ക് വിറ്റിരിക്കുന്നു. ഇനി ആ എയർപോർട്ട് അദാനിയുടെ നിയന്ത്രണത്തിലാണ്. രാജ്യത്തെ പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകൾ വിൽപ്പനച്ചരക്കാക്കി വച്ചിരിക്കുന്നു. കൽക്കരിപ്പാടങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു. പെട്രോളിയം കോർപ്പറേഷൻ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ വരുമാന പദ്ധതികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിൽക്കുന്നൊരു പണിയാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ നമ്മുടെ തമിഴ്നാട്ടുകാരിയായ വനിതയ്ക്കുള്ള ജോലി. ആ മന്ത്രിസഭയിൽ പണി അതാണ് അവർക്ക്. അങ്ങനെ രാജ്യത്തെ വസ്തുവകകളുടെ വിലക്കയറ്റം നിയന്ത്രണാതീതമായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാധാരണക്കാരായ ആളുകൾ, നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവര് കയ്യിലൊക്കെ നൂല് കെട്ടിയ ചില സംഘി ചിന്താഗതിക്കാരൊക്കെ ഉണ്ടാകും. അവരോടൊക്കെ നമ്മളൊന്ന് സംവദിക്കണം, സംസാരിച്ചു നോക്കണം. പെട്രോളിന്റെ വില, ഡീസലിന്റെ വില ഈ കഴിഞ്ഞ 3 മാസക്കാലം കൊണ്ട് എത്രമാത്രം വർദ്ധിച്ചു എന്ന് നോക്കിയാൽ അറിയാം കണക്ക്. പാചകവാതകത്തിന്റെ വില എത്രമാത്രം കൂടി. ഇങ്ങനെ ഓരോ സാധനങ്ങളുടെയും, നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വില വർദ്ധിക്കുമ്പോൾ ഈ വില വർധനവിനെതിരെ ഇതിന്റെ പകുതി വിലുള്ള സമയത്ത് ഈ ആളുകൾ, ഈ സംഘപരിവാറുകാർ കാളവണ്ടി ഉരുട്ടിയും സ്കൂട്ടർ ഉരുട്ടിയും ഒക്കെ നടന്ന് പ്രതിഷേധിച്ചവർ, ഒരു കാലത്ത് വാജ്പേയി അടക്കം കാളവണ്ടിയിൽ പാർലമെന്റിലേക്ക് വന്ന് പ്രതിഷേധിച്ചിരുന്നു. അങ്ങനെയുള്ളവർ രാജ്യം ഭരിക്കാൻ വന്നപ്പോ ക്രമാതീതമായി വിലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പോ ഈ രാജ്യത്തിലെ ജനങ്ങളോടൊരു മറുപടി പറയാനുള്ള പ്രതിബദ്ധത പോലും ഇവർ കാണിക്കുന്നില്ല, ഈ സംഘികൾ കാണിക്കുന്നില്ല. ഈ ആളുകളാണ് നമ്മുടെ നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത്. എന്തിനെക്കുറിച്ച്? ഭാരതമാതാവിനെ കുറിച്ച്, രാജ്യദ്രോഹത്തെക്കുറിച്ച്, തീവ്രവാദികളെ കുറിച്ചൊക്കെ പറയുന്നത് ഇവരാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് മുസ്ലിം തീവ്രവാദം എന്ന് നിരന്തരമായി പ്രസംഗിക്കുന്നത്. മുസ്ലിം തീവ്രവാദം എന്ന് പറയുന്നത് RSSകാരാണ്. മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് മാത്രമല്ല, മുസ്ലിങ്ങളെക്കുറിച്ച്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് നിരന്തരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർ ഇവരാണ്. ആരാ അന്വേഷിക്കുന്നത് ആരാ? നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, രാജ്യത്തെ ഒറ്റുകൊടുത്തവർ, സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും ഇല്ലാത്തവർ, ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയവർ, ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുത്ത് ഷൂ നക്കി പുറത്തു വന്നവർ, മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നവർ, രാജ്യത്തായിരക്കണക്ക് കലാപങ്ങൾ സൃഷ്ടിച്ചവർ, 10,000 ആളുകളെ കൊന്ന് രക്തപ്പുഴ ഒഴുക്കിയവർ, രാജ്യത്തിന്റെ വിഭജനത്തിന് ഉത്തരവാദികൾ, രാജ്യത്തെ അട്ടിമറിക്കാൻ ഇസ്രയേലുമായി ഗൂഢാലോചന നടത്തിയവർ, രാജ്യത്ത് എപ്പോഴും വിഘടനവാദങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തിയിട്ടുള്ളവർ, രാജ്യത്ത് ആയിരക്കണക്ക് കലാപങ്ങൾ നടത്തിയിട്ടുള്ളവർ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള തീവ്രവാദികളായ കൊടും കുറ്റവാളികളായ സംഘപരിവാർ സംഘങ്ങൾ ഒരു ഭാഗത്ത് രാജ്യത്തെ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് അവർക്കെതിരെ നേരിയ ശബ്ദമുയർത്തുന്ന അക്രമി സംഘങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്ന മുസ്ലിം സമുദായത്തെയും തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് വിളിച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദത്തെ ഇല്ലാതാക്കാൻ, ഈ ഒച്ചയെ കെടുത്താൻ പരമാവധി ഇത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾക്കറിയുന്ന വാർത്തകളായിരിക്കും അതൊക്കെ. നമുക്ക് ഈ RSSനെ സംബന്ധിച്ചും അവർ പറയുന്നതിന് നമുക്ക് പരാതിയില്ല, അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ RSSകാരൻ ഉയർത്തുന്ന ഈ തീവ്രവാദ ആരോപണമുണ്ടല്ലോ, മുസ്ലിം സമുദായത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുക, എന്നിട്ട് അവർ തന്നെ പറയുക എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, എന്നാൽ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണെന്ന് പറയുക. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ന്യൂനപക്ഷ തീവ്രവാദികൾ ഉണ്ട് എന്ന് അവരുണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കഥ അത് പടർത്തുന്നത്, അത് വ്യാപിപ്പിക്കുന്നത്, ആര് പരസ്യം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ മതേതര കക്ഷികളാണ് എന്നതാണ് സങ്കടം. മതേതര കക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഇടത് വലത് കക്ഷികൾ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഇടതുപക്ഷം, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിലെ കക്ഷികൾ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന വലതുപക്ഷത്തെ കക്ഷികൾ, RSSകാരൻ ഉണ്ടാക്കിയെടുത്ത ഈ കപട തീവ്രവാദ ആരോപണങ്ങൾ, അതിന് പ്രചാരണം കൊടുക്കുന്നത് ഇവരാ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാതെയും ഒക്കെ നോക്കിയാൽ ഞങ്ങൾ 2 കൂട്ടരെയും എതിർക്കുന്നു എന്ന് പറഞ്ഞ് സാധാരണക്കാരനെ കബളിപ്പിക്കാൻ
അണികളെ പറ്റിക്കാൻ വേണ്ടി ഈ തീവ്രവാദം വിൽപ്പന ചരക്കാക്കുന്നത്, വിറ്റ് കാശാക്കുന്നത് ഇവരാ. ആര്? ഈ പറയുന്ന ഇടതന്മാരും വലതന്മാരും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അതിന്റെ അനുയായികൾ, ഒന്നുകിൽ ആ പാർട്ടി ക്ലാസ് കിട്ടിയവർ, ആ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്തവർ, അല്ലെങ്കിൽ അതിന് ലഘുലേഖ വായിച്ചവർ, അല്ലെങ്കിൽ അതിന്റെ കൊടിയേന്തിയവർ, അതിന്റെ തൊഴിലാളികൾ, അത്തരം ആളുകളുടെയൊക്കെ മനസ്സിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് തന്നെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും. ഇത് വലിയ അപകടമാണ്, ഭയങ്കര ഭീകരതയാണ്, ഇവിടെ എന്തൊക്കെയോ കുഴപ്പം സംഭവിക്കും, മുസ്ലിം സമുദായ തീവ്രവാദമുണ്ട് എന്നൊക്കെയുള്ള ഈ പ്രചരണം ഇവരാണ്, ഇതിന്റെ വ്യാപാരികൾ ഇവരാണ്. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. അത് യുവജന പ്രസ്ഥാനമാണെങ്കിലും അതിലുള്ള വലിയ പ്രസ്ഥാനക്കാരാണെങ്കിലും ഒക്കെ ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനക്കാരോട് പറയുന്നു, ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ ഒരുതരം കാപട്യത്തിന്റെ ആളുകളായി അവിടെയും ഇവിടെയും നിന്ന് കളിച്ചിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കുകയാണ്. ഒരു വലിയ ശത്രു ഈ സമുദായത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ 100 വർഷമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ? കോൺഗ്രസ്സുകാരുണ്ടല്ലോ, CPM-കാരനുണ്ടല്ലോ, ആ നിങ്ങളുടെ മടിത്തട്ടിലല്ലേ ഇവർ വളർന്നു വന്നത്? നിങ്ങളുടെ ഉള്ളപ്പോഴല്ലേ കലാപങ്ങൾ നടന്നത്? ആസാമിലും ഭീവണ്ടിയിലും ഭഗൽപൂരും ജബൽപൂരും ഒക്കെ കലാപങ്ങൾ നടന്നത് നിങ്ങളുള്ളപ്പോഴല്ലേ? ബംഗാളിൽ കലാപം നടന്നത് നിങ്ങളുള്ളപ്പോഴല്ലേ? ഇതുപോലെ ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നത്, ആയിരക്കണക്കായ പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും നിലവിളികൾ ഉയർന്നത് നിങ്ങളുള്ളപ്പോഴല്ലേ? ഈ പോപ്പുലർ ഫ്രണ്ട് ഉള്ളപ്പോഴല്ലല്ലോ. എന്നിട്ടും നിങ്ങൾ ഇപ്പൊ പറയുന്നു, നിങ്ങൾ അണികളെ പഠിപ്പിക്കുന്നു ഇവരാണ് എന്ന്. ഒരാത്മാർത്ഥതയുമില്ലാത്ത, എന്നു മാത്രമല്ല അത്യന്തം അപകടകരമായ ഈ സമുദായത്തിന്റെ നിലനിൽപ്പ് ഒരു കൂറുമില്ലാത്തൊരു വിഭാഗമാണ് നിങ്ങൾ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ. ഞാൻ സത്യസന്ധമായി പറയാം, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വലിയ കൊടിയ ഒരു അപരാധത്തിന് തുടക്കമിട്ടത്. കേരളം 25 വർഷം കഴിഞ്ഞാൽ ഒരു മുസ്ലിം സംസ്ഥാനമായി, സ്റ്റേറ്റായി മാറും, അതിനുവേണ്ടി ലവ് ജിഹാദ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് CPM-ന്റെ മുൻ മുഖ്യമന്ത്രിയെ VS അച്യുതാനന്ദനാണ്. എല്ലാവർക്കും അറിയുമല്ലോ. നമ്മളെ ചെറുപ്പക്കാർ ഇപ്പോഴും കൊടിയും പിടിച്ച് അന്തമായി നടക്കുകയാണ് ഇതിന്റെ പുറകെ. നമ്മുടെ തൊഴിലാളികൾ മുറി ബീഡിയൊക്കെ വലിച്ചിങ്ങനെ നടക്കുകയാണ്, കുപ്പായവും ഇട്ട്, ഒന്നും ചിന്തിക്കുന്നില്ല. എത്ര അപകടകരമായതാണ്. എവിടെയെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പ്രസ്ഥാനം പോയിട്ട് ഒരു വ്യക്തിയെങ്കിലും ആ തരത്തിൽ ലവ് ജിഹാദ് നടത്തി ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ച ചരിത്രമുണ്ടോ? എന്നിട്ടും അയാൾ പറഞ്ഞില്ലേ, അയാളല്ലേ തുടക്കം കുറിച്ചത്. നമ്മൾ നേതാവായി കൊണ്ട് നടക്കുന്നവൻ, നമ്മൾ സിന്ദാബാദ് വിളിക്കുന്നവൻ, അത് തിരുത്തപ്പെട്ടോ ഇതുവരെക്കെങ്കിലും? പിൻഗാമികൾ ആരെങ്കിലും പറഞ്ഞോ അത് പറഞ്ഞ് തെറ്റാണെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നു മാത്രമല്ല, NRC സമരം നടന്നു. എന്താ NRC? ആസാമിൽ നിന്നും മുസ്ലിങ്ങളെ പുറത്താക്കണം. അത് NRC മാത്രമല്ല, അതിനു മുമ്പേ തുടങ്ങിയതാണ്. ആദ്യം നെല്ലിയിൽ കലാപം നടത്തി. ഒറ്റ രാത്രി കൊണ്ട് 4000-ഓളം ആളുകളെ കൊന്നുതള്ളി ചുട്ടുകരിച്ചു കളഞ്ഞു മുസ്ലിങ്ങളെ. അതുകൊണ്ട് കൊന്നുതള്ളിയത് കൊണ്ട് തീരുകയില്ല എന്ന് വന്നപ്പോഴാണ് ഗൂഢാലോചനയുടെ ഭാഗമായി കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ ഇവര് NRC ബില്ല് ഒരുക്കി കൊണ്ടുവരുന്നത്. പിന്നീട് അമിത്ഷാ അത് ചുട്ടെടുത്തു, നിയമമാക്കി, ആ NRC നടപ്പാക്കി. ആസാമിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഇവരുടെ തടവ് കേന്ദ്രങ്ങളിലാണ്, സ്വാതന്ത്ര്യമില്ല, അവർ അടിമകളാണെന്ന് തടങ്കൽ പാളയങ്ങളിലാണ്. ആ NRC ആസാമിൽ നടപ്പാക്കിയപ്പോൾ 40 ലക്ഷം ആളുകൾ പുറത്തുപോയി. 30 ലക്ഷം പേര് മുസ്ലിങ്ങൾ അല്ലാത്തവർ, 10 ലക്ഷം പേരാണ് മുസ്ലിങ്ങൾ. എന്ന് പറഞ്ഞാൽ RSSന്റെ മുസ്ലിങ്ങളെ പുറത്താക്കുക എന്ന ബംഗ്ലാ സംസാരിക്കുന്ന മുസ്ലിങ്ങളെ പുറത്താക്കുക, ഇവർ വിദേശികളാണ്, ഇവർ കടന്നുകയറ്റക്കാരാണ്, കുടിയേറ്റക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക. ഇങ്ങനെയാണല്ലോ സാധാരണ. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സാന്നിധ്യം ഇന്ത്യയിൽ കുറയ്ക്കുക. അതിനുവേണ്ടി സംഘപരിവാറുകാരൻ ഉണ്ടാക്കിയതാണ് NRC. അതിന് കോൺഗ്രസ് മൗനാനുവാദം കൊടുത്തു. നിഷേധിക്കാൻ പറ്റുമോ കോൺഗ്രസിന്? നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ ഇതൊന്നും ഏറ്റെടുക്കൂല, അവർക്കതൊന്നും ഒരു വിഷയമേ ആവുകയില്ല. ഞാൻ അതിലേക്ക് വരാം. അവസാനം NRC നടപ്പാക്കിയപ്പോൾ 40-ൽ 30-ഉം അവരാണ്, 10 ഇവരുള്ളൂ. ആധാറില്ല, ID ഇല്ല, മറ്റൊന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ അമിത്ഷാ RSSകാരന്റെ അടുത്ത ബുദ്ധി വന്നു. അതാണ് CAA. ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ടിലൂടെ എന്തു ചെയ്തു? ഈ 30-നെ തിരിച്ചു കൊണ്ടുവരണം, തൽക്കാലം തിരിച്ചെടുക്കണം.
പുറത്തുപോയ 10 തള്ളണം. അതിനാണ് CAA കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും നിലപാടെന്താ ഈ വിഷയത്തിൽ? ഇടയ്ക്കിടയ്ക്ക് CAA നടപ്പാക്കൂല, ഇടയ്ക്കിടയ്ക്ക് NPR നടപ്പാക്കൂല എന്നൊക്കെ പറയുന്നതല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി, മഹല്ല് നിവാസികൾ യോഗങ്ങൾ സംഘടിപ്പിച്ചു, 10,000 പകലന്തിയോളം രാവേറെ വൈകിയും സമരം നടത്തി. ആരുടെ പൈസയിൽ? നിങ്ങളൊന്ന് ആലോചിക്കണം, ആരുടെ പൈസയിൽ? മുസ്ലിങ്ങളുടെ പൈസയിൽ. ജമാഅത്തുകൾ സംഘടിപ്പിച്ചു, പണ്ഡിതന്മാർ സംഘടിപ്പിച്ചു, കമ്മിറ്റിക്കാർ സംഘടിപ്പിച്ചു, അല്ലേ? ആ സ്റ്റേജുകൾ കൈയടക്കിയിട്ട് അവിടെ വന്ന് ഗീർവാണം മുഴക്കിപ്പോയല്ലേ ഉള്ളൂ ഇവർ പാർട്ടി അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഘടിപ്പിച്ചോ? ഇല്ല, ഒന്നും നടത്തിയിട്ടില്ല. അത് തന്നെയാണ് ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന കാരണം. പിന്നെ എന്ത് ന്യൂനപക്ഷങ്ങൾ സംഘടിക്കാൻ പാടില്ല. ഇരകളുടെ ഭാഗത്തു നിന്ന് നിലവിളി ഉയർന്നാൽ തീവ്രവാദം എന്നിവർ പറയുന്നു. ഇവർ മറ്റൊരെവിടെ? ഞാൻ അവരെ കുറിച്ചല്ല, ഇവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇരകളുടെ പക്ഷത്ത് നിന്ന് നിലവിളി ഉയർന്നാൽ തീവ്രവാദം എന്ന് പറയുന്നു. ബലാത്സംഗത്തിന് ഇരയാകുവൻ അവൻ അങ്ങനെ മരിച്ചു പോകണം, അവൻ പ്രതിരോധിക്കാൻ പാടില്ല, കാര്യം തീവ്രവാദമായി പോകും. ഇതല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം പണിയുന്നത് എന്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. നിങ്ങൾക്കറിയുമല്ലോ, ആ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടതിന് ശേഷം ക്ഷേത്രം പണിക്ക് പിരിവ് നടത്തിയപ്പോ മധ്യപ്രദേശിൽ പിരിവ് തുടക്കം കുറിച്ചത് അവിടുത്തെ മുഖ്യമന്ത്രിയായ കോൺഗ്രസ്സുകാരനാണ്. അല്ലെന്ന് പറയാൻ സാധിക്കുമോ? എന്നിട്ട് ഇവരെന്താ പറയുക? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ സംരക്ഷകർ. അതിന്റെ ആളുകളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പുറത്ത് തീവ്രവാദം എന്ന് കേൾക്കുമ്പോൾ അന്തം വിട്ടിട്ട് നിങ്ങൾ പേടിച്ചിട്ട് എല്ലാം അതിന് പിറകെ പോയി കൂടണ്ട. അവരുടെ ലക്ഷ്യം എന്താ? ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയരരുത് എന്നതാണ് അവരുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ സമുദായത്തെ മുഴുവൻ ഇങ്ങനെ ഒരു തരം ചണ്ടികളാക്കി പോക്കറ്റിലിട്ടിട്ട് അവിടെ പോയി അച്ചാരം വാങ്ങി നടക്കുന്ന ആ ആളുകൾ, അവരെ ഏത് പേരിൽ അറിയപ്പെട്ടാലും, കാക്കാമാര് കുറെ ആളുകളുണ്ട് അങ്ങനെ അച്ചാരം വാങ്ങി ജീവിക്കുന്നവർ. രാത്രിയായ ചാനൽ തുറന്നാൽ ചില ആളുകൾ, ചില മുസ്ലിം നാമധാരികളുടെ വളുപ്പൻ കോമഡികളാണ് ചർച്ചയിൽ കേൾക്കാൻ പറ്റിയത്. എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് മേലാളന്മാർക്ക് വേണ്ടി അവരുടെ ഉച്ഛിഷ്ടം അത് തിന്നാൻ വേണ്ടി മാത്രം ചാനൽ ചർച്ചകളിൽ ചില മുസ്ലിം നാമധാരികൾ വന്നിരുന്നിട്ട് എഴുന്നള്ളത്താ. മുസ്ലിം തീവ്രവാദം, പോപ്പുലർ ഫ്രണ്ട്, മറ്റേത് മറിച്ചേത്, ഇങ്ങനെ ഈ യജമാനന്മാർക്ക് വേണ്ടി ചില നാമധാരികൾ, കഥയറിയാതെ ആട്ടം കാണുന്ന ചില നാമധാരികൾ, അവരാണ് ഇത്തരം ഇതിന്റെ വ്യാപാരികൾ, തീവ്രവാദത്തിന്റെ വ്യാപാരികൾ. മുസ്ലിം സമുദായത്തിലെ തീവ്രവാദത്തിന്റെ വ്യാപാരികൾ അവരാ. അപ്പൊ ഈ തരത്തിലെ മുസ്ലിം സമുദായത്തെ അവരുടെ ആലയത്തിൽ കെട്ടിയിടുക, സംഘപരിവാറിന്റെ ശബ്ദത്തെ അല്ലെങ്കിൽ നീക്കങ്ങളെ പരസ്യമായി എതിർക്കാൻ തയ്യാറാവാതിരിക്കുക, ഇതാണ് ഇവരുടെ നിലപാട്. ഇത് NRC ആണെങ്കിലും ബാബരി ആണെങ്കിലും മറ്റ് വിഷയങ്ങളിലാണെങ്കിലും മുത്തലാഖാണെങ്കിലും ഒക്കെ ഇതേ നിലപാട് തന്നെയാണ് ഇവർക്കുള്ളത്. മുത്തലാഖിൽ നിലപാടെടുത്തോ ഇവർ? മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്ന മോഡി എന്താ ഉദ്ദേശിച്ചത്? ഇന്ത്യയിലെ മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാനാണ് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നത്, മുത്തലാഖ് നിരോധിച്ചത് പോലും. എന്താ കോൺഗ്രസിന് നിലപാടെന്താ? ഇടതുപക്ഷത്തിന് നിലപാടെന്താ? ഞങ്ങൾ പറഞ്ഞത് മുത്തലാഖ് ബില്ല് പാസ്സാക്കിയത് മുസ്ലിം സമുദായത്തിലെ ശരീഅത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ചവിട്ടുപടിയാണല്ലോ. അടുത്ത് മറ്റൊരു കാര്യവും പറഞ്ഞ് കയറാൻ പറ്റും. അതിനാണ് മുത്തലാഖ് ബില്ല് എന്ന് പറഞ്ഞു വന്നത്. എന്തെങ്കിലും നിലപാട് ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് വരുന്ന വിഷയത്തിൽ ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷകരെന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഈ കപടന്മാരായ ആളുകൾ, അവരെ പിന്താങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട മൈനാഗപ്പള്ളിയിലെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, അതൊന്ന് പഠിക്കണം. ഞങ്ങൾ വസ്തുതാപരമായി കാര്യങ്ങൾ പറയുന്നു. കർഷകരെ വാഹനമിടിച്ചു കൊന്ന ആളുകളുടെ, കർഷകന്മാരായ ആളുകളുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അതായത് ഇനിയിപ്പോ ആകെ ഇന്ത്യയുടെ വിമോചനവും ഇന്ത്യയുടെ സംരക്ഷണവും ഒക്കെ രാഹുലിന്റെ കയ്യിലെന്നാണ് പലരും പറയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ എതിർപ്പുള്ളൂ, തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിർപ്പില്ല. കാര്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഹുൽ ഗാന്ധി അത്ര ഇഷ്ടമില്ല, തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് രാഹുൽ ഗാന്ധിയെ ഇഷ്ടം തന്നെയാണ്. അങ്ങനെയാണല്ലോ, കോമഡി അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഇപ്പൊ ആളുകൾ പറയുന്നത് ഇയാളെ കുറിച്ചാണ്. പക്ഷെ അയാളെ സംബന്ധിച്ച്
വടക്കേ ഇന്ത്യയിൽ ഒരു സീറ്റ് നിർത്തിയാലും ജയിക്കാൻ പറ്റുകയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചത്. ജയിക്കണം, നമുക്ക് സംശയമൊന്നുമില്ല, ജയിക്കണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, കർഷകനെ ഇടിച്ചു കൊന്ന ആ വീട്ടിൽ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ത്യാഗം സഹിച്ചു പോയി സന്ദർശിച്ചല്ലോ, കർഷകരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചല്ലോ. ഒന്ന് ചോദിക്കണം നേതാക്കളോട്, ഇതേ രാഹുൽ ഗാന്ധി MP ആണ്, അയാൾക്ക് പൊതുഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ച് ആസാമിലേക്ക് പറക്കാൻ 2 മണിക്കൂർ ഫ്ലൈറ്റിൽ പോയാൽ ആസാമിലെത്താം. ആസാമിലെ ആ പാവപ്പെട്ട കർഷകൻ തന്റെ കുടുംബത്തെ ആട്ടിയോടിച്ച് തന്റെ മൺകൂര ഇടിച്ചു നിരത്തിയ കാബാലികന്മാരായ പട്ടാളക്കാർ തോക്കു ചൂണ്ടി നിൽക്കുമ്പോൾ ആ മനസ്സിന്റെ വിഷമം സഹിക്കവയ്യാതെ എന്റെ മകളും ഭാര്യയും പുറത്താക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ സമ്പാദിച്ച എന്റെ കൂര, എന്റെ അന്തിയുറങ്ങേണ്ട ഭവനം തകർക്കപ്പെട്ടിരിക്കുന്നു. ആ മനോവേദനയിൽ കയ്യിൽ കിട്ടിയ മരത്തടിയുമായി മരക്കമ്പുമായി ഓടി വന്ന ആ കർഷകന്റെ നേരെ തോക്കുധാരികളായ പോലീസുകാർ നെഞ്ചിലേക്ക് വെടിവെച്ച് വീഴ്ത്തി. 1ാമത്തെ വെടിയിൽ ആ പാവം മരിച്ചു വീണു. വീണ്ടും വീണ്ടും ഇവർ വെടിവെച്ചു തകർത്തു. അവസാനം നിശ്ചലമായി മലർന്നു കിടക്കുന്ന ആ ഒരു ലുങ്കിയും ഒരു കീറ ബനിയനും മാത്രം ധരിച്ചിട്ടുള്ള ആ പാവപ്പെട്ട മുഈനുൽ ഹക്കിനെ അയാളുടെ നെഞ്ചത്ത് ഇവരോടൊപ്പമുള്ള ഒരു ബിജോയ് ബനിയ എന്ന് പറയുന്ന സംഘപരിവാറുകാരൻ, ഫാസിസ്റ്റുകാരനായ പത്രക്കാരൻ ചാടി ചവിട്ടി അയാളുടെ ബൂട്ടുപയോഗിച്ച് എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്തിനെ പോലും ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവഹേളിക്കുകയോ ചെയ്യുക എന്ന സംഘപരിവാറിന്റെ തത്വം അത് മനസ്സിൽ കൊണ്ടു നടന്ന ബിനോയ് എന്ന് പറയുന്ന ബനിയ വിഭാഗക്കാരനായ ആ സംഘിയുടെ ക്രൂരത നിങ്ങൾ കണ്ടില്ലേ? ആ പാവപ്പെട്ട കർഷകന്റെ വിധവയെയും യതീമുകളായ മക്കളെയും ആശ്വസിപ്പിക്കാൻ ഇയാൾ പോയില്ലല്ലോ. ഇവരാരെങ്കിലും പോയോ? ആരും പോയില്ല. അതാണ് അതിന്റെ രാഷ്ട്രീയം, അതാണ് അതിന്റെ രാഷ്ട്രീയം. നമുക്ക് പറയാം അവന് ഓടിപ്പോയി, ഒരു പ്രതീക്ഷയുണ്ട്. എവിടെ പ്രതീക്ഷിക്കാനാ? അയാൾക്ക് തന്നെ ഒരു പ്രതീക്ഷയുമില്ല. വരുന്നെങ്കിൽ വന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ മരത്തടിയും ഒക്കെ തലയിൽ കയറ്റി വെച്ച് ഇതാ നമുക്കുണ്ട് ഒരു വിമോചകൻ എന്ന് കാത്തിരിക്കാനില്ല എന്നാണ് നമ്മൾ പറയുന്നത്. വിമോചകർ നമ്മൾ തന്നെയാകണം, വിമോചകർ നമ്മളാകണം. അതായത് ഈ ബിജോയ് ബനിയയുടെ മനസ്സുള്ള സംഘപരിവാറുകാരനുണ്ടല്ലോ, നമ്മുടെ നാട്ടിലുണ്ടാകും, ചുറ്റുമുണ്ടാകും. RSSകാരൻ, അവനെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. നാളെ ഒരു അവസരം കിട്ടിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കത്തിയും കടാരയുമായി അവൻ വരും. നിങ്ങളുടെ മകളെ ബലാത്സംഗം ചെയ്യാൻ അവൻ വരും. ഇത് മുന്നറിയിപ്പാണ്. അത് സംഭവിക്കാതിരിക്കാൻ ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. മറ്റൊരു വസ്തുവിനെയും നമ്മൾ കാണുന്നില്ല, മറ്റൊരു ശബ്ദത്തെയും നമ്മൾ കേൾക്കുന്നില്ല. ഇവിടെ ഇഹ്സാൻ ജാഫറിയുടെ കാര്യം പറഞ്ഞു, വെറുതെ അല്ലല്ലോ. 40-40 വർഷം MP ആയിരുന്ന ഇഹ്സാൻ ജാഫറിയെ ചുട്ടുകൊന്നു. അയാളുടെ കയ്യിൽ സർവീസ് റിവോൾവർ ഉണ്ട്. പക്ഷേ മതേതരത്വം, ഇവർ പറയുന്ന മതേതരത്വം തകർന്നു പോകുമോ എന്ന പേടി കൊണ്ട് ഇവർ പറയുന്ന മതേതരത്വം തകർന്നു പോകുമെന്ന പേടി കൊണ്ടായിരിക്കണം അയാൾ ആ റിവോൾവർ ഉപയോഗിച്ചില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ തമ്പടിച്ചിരുന്ന സംഘപരിവാറുകാരൻ അദ്ദേഹത്തിന്റെ ഗേറ്റ് തകർത്ത് അഭയം നൽകപ്പെട്ട ഗ്രാമീണരായ പാവപ്പെട്ട കുട്ടികളെയും സ്ത്രീകളെയും അടക്കം ചുട്ടുകരിച്ചു കളഞ്ഞു. അദ്ദേഹവും മരിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ വിധവ പറഞ്ഞത്, നാളിതുവരെ ഒരു കോൺഗ്രസ്സുകാരനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാ. ആരുണ്ട് നമ്മളെ സഹായിക്കാൻ? ആരുണ്ട് സഹായിക്കാൻ? എങ്ങനെ ഇവരെ വിശ്വസിക്കാൻ സാധിക്കും? അതേസമയം അതേ ഗുജറാത്തിലെ ചില സഹോദരിമാർ അവരുടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി പ്രതിരോധിച്ചപ്പോൾ ഈ സംഘികൾ ഓടി രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് നേതാവാകാൻ വേണ്ടി ഈ സംഘപരിവാറുകാരന്റെ കീഴിൽ അവന്റെ നോട്ടപ്പുള്ളികളായി, തീവ്രവാദികളായി പ്രവർത്തകർ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരായി മാറേണ്ട എന്താ ആവശ്യം? ഒരാവശ്യവുമില്ല. ഈ ജനതയ്ക്ക് വേണ്ടിയാണ്, ദളിതന് വേണ്ടിയാണ്, ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ്, മുസ്ലിമിന് വേണ്ടിയാണ്, സാധാരണക്കാരന് വേണ്ടിയാണ്. നാളെ കൂട്ട നിലവിളികൾ ഉയരാതിരിക്കാൻ റബ്ബിന്റെ ചോദ്യം, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമൊക്കെ റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഈ അക്രമികളിൽ നിന്ന് മോചനം താ എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എപ്പോഴും. അതുകൊണ്ട് ആ വിളിക്ക് ഉത്തരം നൽകാൻ
റബ്ബേ ഞങ്ങളുണ്ട് എന്ന് പറയുന്നതിന്റെ ആ പറച്ചിലാണ് പോപ്പുലർ. മാത്രമല്ല ഇതിന് പിന്തുടർച്ചയുണ്ട്, ഇതിനൊരു ചരിത്രമുണ്ട്. നമ്മളിപ്പോ നബിദിനം ആഘോഷിക്കുകയല്ലേ, റസൂലിനെ പറ്റി അള്ളാഹു എന്താ പറഞ്ഞത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും റസൂൽ, ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങളിൽ നിന്ന് തന്നെ. ഇന്ത്യ രാജ്യത്ത് നിന്ന്, ഇന്ത്യക്കകത്ത് നിന്ന് നിലവിളികൾ ഉയരുമ്പോൾ, പാവപ്പെട്ടവന്റെ അട്ടഹാസങ്ങൾ ഉയരുമ്പോൾ, പാവപ്പെട്ടവൻ അവൻ ഒരു സഹായിക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ, അവൻ വേദനിക്കുമ്പോൾ, ഒരു ദൂതൻ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളുടെ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതാണ് ഉമ്മത്തിന്റെ വേദന, ഈ സമൂഹത്തിന്റെ വേദന, ഈ ദളിതന്റെ വേദന. നിങ്ങൾ നോക്കൂ, പിഞ്ചു കുട്ടിയെപ്പോലും ബലാത്സംഗം ചെയ്യുന്നവൻ, എട്ടും പൊട്ടും തിരിയാത്ത 3-4 വയസ്സുകാരൻ വെള്ളം ദാഹിച്ച് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ അവന്റെ വായി പിളർത്തി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ക്രൂര മനസ്സിന്റെ ഉടമ സംഘപരിവാറുകാരൻ. ഗർഭിണിയാണെങ്കിൽ പോലും നോക്കാതെ അവളെ വയറ് കുത്തിക്കീറി ആ മാംസപിണ്ഡത്തെ കുത്തിയെടുത്ത് തീയിലേക്കിടുന്ന ക്രൂരന്മാരുടെ മനസ്സുള്ള സംഘപരിവാറുകാരൻ. റിയാസ് മൗലവിക്ക് മനസ്സിലായില്ല, അദ്ദേഹം മരിച്ചുപോയി. പള്ളിക്കുള്ളിൽ ഉറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഘാതകരാരായിരുന്നു, അദ്ദേഹത്തെ അറിയുന്നവരാണ്. ഇന്നലെ തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായല്ലോ, ഇവിടെ നമ്മളെ തിരൂരിനടുത്ത് ഒരു മദ്രസയിലേക്ക് പോയ കുട്ടിയെ ആക്രമിച്ചു. ആരാ? RSSകാരൻ. പോലീസുകാരൻ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് മനോരോഗമുണ്ട് എന്നാണ്. RSSകാരനാണെങ്കിൽ പോലീസുകാരനെ മനോരോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ, ഈ ഇഹ്സാൻ ജാഫരിക്ക് മനസ്സിലായതും അത് തന്നെയാണ്. അദ്ദേഹം തലേ ദിവസം വരെ അദ്ദേഹത്തെ കണ്ടാൽ ചിരിക്കുന്നവർ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കുന്നവർ, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവർ. പക്ഷേ പിറ്റേ ദിവസം അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കടന്നു കയറി അദ്ദേഹത്തെ ചുട്ടുകൊന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ആരുണ്ട് നമ്മളെ സഹായിക്കാൻ? ഇതിനാണ് മറുപടി പറയേണ്ടത്. ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാനെന്ന് ആരെങ്കിലും ആത്മാർത്ഥമായി പറയാൻ തയ്യാറുണ്ടോ? ഒരാളും ഇവിടെ നമ്മൾ കാണുന്നില്ല. അതിന് വഴി നാം തന്നെ ഒരുക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത്. നാം തന്നെ ഒരുക്കുക, നാം ഒരുങ്ങുക അതിനു വേണ്ടി. RSSകാരനെ മനസ്സിലാക്കുകയും RSSകാരനെ കരുതിയിരിക്കുകയും ചെയ്യുക. ഈ ലവ് ജിഹാദ് ആരോപണമൊക്കെ വന്നല്ലോ. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്നത് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. കോടതികൾ മുഴുവനും നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതി വരെ. എന്നിട്ടും ഇപ്പോഴും ലവ് ജിഹാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകളെങ്കിലും അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ചില പാർട്ടിക്കാർക്കെങ്കിലും വിശ്വാസമുണ്ട്. കാര്യം അച്യുതാനന്ദനാണല്ലോ തിരികൊളുത്തിയത്. ലവ് ജിഹാദുകളുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ആരെയും കൊണ്ടുവരേണ്ടതില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ കതബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ഇസ്ലാമിൽ നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടതില്ല എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെയല്ലേ പ്രേമിച്ചു കൊണ്ടുവരിക? പക്ഷേ അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ലവ് ജിഹാദിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. അതേസമയം അത് മുസ്ലിം സമുദായത്തിന് മേൽ തലയിലിട്ടിട്ട് ആ പണി മുഴുവനും എടുക്കുന്ന സംഘപരിവാറുകാരൻ. കോളേജുകൾ കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാർക്ക് മയക്കുമരുന്നും ബൈക്കും പൈസയും കൊടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് മതം മാറ്റുക. എന്നിട്ട് ആർഷഭാരത ഇതിന് കീഴിൽ കൊണ്ടുപോവുക. അവിടെ വെച്ചിട്ട് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക, അവരെ പീഡിപ്പിക്കുക, അവരെ മതം മാറ്റുക. ഈ പണി പരസ്യമായി ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്യുന്നു. കേരളത്തിൽ ഒരു മുസ്ലിം സംഘടനയും അങ്ങനെ ചെയ്യുന്നില്ല, മുസ്ലിം സ്ഥാപനങ്ങളും ചെയ്യുന്നില്ല. വന്നാൽ തന്നെ അവരുടെ ആധാർ കാർഡും അഡ്രസ്സും ഒക്കെ കൊടുത്താൽ മാത്രമേ അന്വേഷിച്ചെടുക്കുള്ളൂ. പക്ഷേ അതിന് റിസൾട്ട് എന്തെന്ന് പറഞ്ഞാൽ 18 വയസ്സായാൽ ഏത് പെണ്ണിനും ഏത് പുരുഷനും മതം മാറാം, ഏത് മതവും മാറാം എന്നതാണല്ലോ. ഇന്ന് നമ്മുടെ മഹല്ലുകളൊക്കെ പേടിച്ചു പോയി. മഹലിൽ നിന്നൊരു പെണ്ണ് ഒരാണ് മുസ്ലിം ആകാൻ വന്നാൽ കലിമ പറഞ്ഞു കൊടുക്കൂല. അതാ സംഭവം. മൈനാഗപ്പള്ളി മഹല്ലൊക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര പേടി വന്നു. കാര്യം എന്തെങ്കിലും ലവ് ജിഹാദിൽ പെട്ടാലോ പിന്നെ ഈ ബുക്കും കെട്ടി കോടതിയിൽ പോകണം, ഞങ്ങൾക്ക് വയ്യ. ഇതല്ലേ, ഇതാണ് അതിന്റെ റിസൾട്ട്. പക്ഷേ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒന്നില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ അടിസ്ഥാനപരമായി വിശ്വസിച്ചുകൊണ്ട് ആര് വരാൻ തയ്യാറാകുന്നോ അവനെ സ്വീകരിക്കാൻ നാം തയ്യാറാകണം. RSSകാരനെയും ഭയപ്പെടേണ്ട, അതിന്റെ മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകും. അത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു വരാൻ ആരെങ്കിലും തയ്യാറായാൽ തീർച്ചയായും അവർക്ക് അഭയം കൊടുക്കാൻ നിങ്ങൾക്ക് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാകും. ഇത് നാം നിശ്ചയമായും സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ്.
എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങൾക്കുള്ളതാ, ദളിതനുള്ളതാ, ക്രിസ്ത്യാനിക്കുള്ളതാ, ബുദ്ധനുള്ളതാ, ജൂതനുള്ളതാ. അവന്റെ വിമോചനത്തിന്റെ വഴിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യൻ നിർമ്മിച്ച, കൈകൊണ്ട് നിർമ്മിച്ച ദൈവങ്ങളെ മാറ്റിവെച്ച് മനുഷ്യന്റെ ഇരുളുകളിൽ നിന്ന് മനുഷ്യനെ വലിച്ചു മാറ്റി, മനുഷ്യൻ ഉണ്ടാക്കിയ അന്ധകാരങ്ങളിൽ നിന്ന് അവനെ അകറ്റി, മനുഷ്യന്റെ അടിമയാകുന്നതിൽ നിന്നൊക്കെ മാറ്റി, മനുഷ്യനെ സൃഷ്ടിച്ച, ആകാശങ്ങളെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, രോഗം തരുന്ന, സുഖം തരുന്ന, എല്ലാം തന്ന, കാഴ്ചയും കേൾവിയും തന്ന, അന്നം തരുന്ന സർവലോക സൃഷ്ടാവായ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വീകരിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം. ഒരു RSSകാരനെയും പേടിക്കേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ ഉത്തരവാണ്, അള്ളാഹുവിന്റെ ഉത്തരവാണ്, അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതിന് നമ്മൾ തയ്യാറായില്ലെങ്കിലോ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതൊന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ഹാദിയ മുസ്ലിമായപ്പോൾ വിവാദമുണ്ടാക്കി, നമുക്ക് RSSകാരെ വിവാദം ഉണ്ടാക്കി വിടാം. പക്ഷേ അതിന്റെ കൊടിയെടുത്ത് നടക്കുന്ന ഭരണ പ്രതിപക്ഷ കക്ഷിയിലെ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഹാദിയെ കാണാൻ, ഹാദിയെ 6 മാസം തടച്ചിട്ട് മാതാപിതാക്കളുടെ കൂടെ വിട്ടിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് അവള് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയ സമയത്ത് അവൾ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ മരിച്ചു പോയേക്കാമെന്ന്. അങ്ങനെ ഈച്ച പോലും കിടക്കാൻ പറ്റാത്ത തരത്തിൽ പിണറായി പോലീസ് കാവലിരിക്കുമ്പോ മുസ്ലിങ്ങൾക്കാർക്കും പോകാൻ പറ്റൂല, മുസ്ലിം സംഘടനയ്ക്കും പോകാൻ പറ്റൂല. നമ്മൾ അന്ന് പറഞ്ഞു, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഏതെങ്കിലും ഒരു കമ്മീഷൻ പോയോ? ഏതെങ്കിലും ഒരു മന്ത്രി പോയോ? പോയില്ലല്ലോ. അതേസമയം കോടതിയുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ കുട്ടിയുടെ അടുത്ത് ആർക്കും പോകാൻ പറ്റില്ല എന്ന് ഇടതുപക്ഷക്കാരൻ പ്രസംഗിച്ച് നടക്കുമ്പോ ആ സ്ഥലത്തേക്ക് കുമ്മനം എങ്ങനെ പോയി? നിങ്ങൾ ചോദിക്കണം. കുമ്മനം എങ്ങനെ പോയി? വിശകല എങ്ങനെ പോയി? നിങ്ങൾ ചോദിക്കണം. അവർക്ക് പോകാനും ആ കുട്ടിയെ പറഞ്ഞ് മതം മാറ്റി തിരിച്ചു കൊണ്ടുപോകാനുമുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്തു? അതാണ് തിരിച്ചറിയേണ്ടത്. ഈ ന്യൂനപക്ഷ സ്നേഹം പറയുന്ന, ന്യൂനപക്ഷ സംരക്ഷണം പറയുന്ന, ന്യൂനപക്ഷത്തെ നോക്കിയും പോപ്പുലർ ഫ്രണ്ട് നോക്കിയും തീവ്രവാദി എന്ന് തെരുവിൽ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. മഹാരാജാസില് ഒരു SFI-കാരൻ കൊല്ലപ്പെട്ട സംഭവമുണ്ടായി. ചുവര് മുഴുവനും ഒരു എഴുത്ത് വന്നു. എന്താണ് എഴുത്തിന്റെ പേര്? എന്താണ്? വർഗീയത തുലയട്ടെ. നമ്മളെ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ അത് ഏറ്റെടുത്തു. അത് തലയെ കയറിയപ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ, വർഗീയത തുലയട്ടെ, വർഗീയത തുലയട്ടെ. ഞങ്ങൾ അന്നേ പറഞ്ഞു, CC ക്യാമറ പുറത്തുവിടുക, ദൃശ്യങ്ങൾ പുറത്തുവിടുക. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഒരു രക്തസാക്ഷിയെ ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി എന്നതിന്റെ നേട്ടം ആർക്ക് നേട്ടം? കൊടി പിടിച്ചവർക്കും മുറിബീടി വലിച്ച് കുപ്പായമിട്ട് നടക്കുന്ന സാധാരണക്കാരുടെ തൊഴിലാളികൾക്ക് ഒരു നേട്ടവും ഉണ്ടാവൂല. അതൊക്കെ നേതാക്കന്മാരുടെ പോക്കറ്റില്ല. പിന്നെ ഈ ചാനൽ ചർച്ചയിൽ വന്ന് ചളിവ് അടിക്കുന്ന മുസ്ലിം നാമധാരികൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വർഗീയ തൊലിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. തൊട്ടുടനെ ആലപ്പുഴയില് മറ്റൊരു ഹിന്ദുവായ ഒരുത്തനെ, ഒരു SFI-കാരനെ വയറ്റിൽ RSSകാരൻ കടാരെ ഒറ്റ കുത്തിന് കൊന്നു. തെളിവ് സഹിതം അവനെ പിടിച്ചല്ലോ. എന്തായി? നിങ്ങൾ ആരെങ്കിലും തെരുവിൽ ഇറങ്ങിയോ? അപ്പൊ ഒരു മുസ്ലിമാണ് വരുന്നതെങ്കിൽ ഒറ്റക്കെട്ടായി തീവ്രവാദവും വർഗീയതയും പറയുക. ഹാദിയയ്ക്ക് വേണ്ടി മിണ്ടാതിരിക്കുക, ന്യായമായി മിണ്ടേണ്ടടുത്ത് പോലും മിണ്ടാതിരിക്കുക. ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഇത്തരം ആളുകളുടെ സമീപനങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ സമീപനമാണ് നമുക്ക് അപകടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹലിന്റെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഒക്കെ നേതാക്കളായി വന്നിരുന്നിട്ട് ഇതൊക്കെ പറയാൻ പറ്റുമോ? ചില പള്ളിയിലൊക്കെ ഇപ്പൊ അങ്ങനെ വന്നു. ഒന്ന് ഈ ഇസ്ലാം മതം സ്വീകരിക്കൂല, സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. വേറെ ചിലടത്ത് പള്ളിയിൽ ഉസ്താദെ ബദർ പ്രസംഗിക്കരുത്, നോട്ടീസ്. ഉസ്താദെ ഉഹദ് പ്രസംഗിക്കരുത്. കാര്യം എല്ലാ മതക്കാരും ഉള്ളതാണ്. ഒരു തലയൊക്കെ ചൊറിഞ്ഞിട്ടാ പറയല് കമ്മിറ്റിക്കാര്. പറയരുത്. കാര്യം അപകടം, തീവ്രവാദം, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറയാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് ഭയപ്പെടുന്നത്. നിങ്ങളെ തന്നെയാണ് ഭയപ്പെടുന്നത്. ഇങ്ങനെ നിങ്ങൾ സമുദായത്തെ ഭയപ്പെടുത്തി ഉറക്കിക്കെടുത്തിയപ്പോ സമുദായത്തെ ചണ്ടികളാക്കി മാറ്റി ചവിട്ടി മെതിക്കാൻ അവസരം 2 ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ നിങ്ങൾ എന്തിനെ ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഭയപ്പെടുന്നത്. നിങ്ങൾ പറയുന്ന ആളുകളൊക്കെ
ഈ മുസ്ലിം സമുദായത്തിന്റെ ശബ്ദത്തെ, രക്ഷപ്പെടാനുള്ള വിമോചനത്തിന്റെ ശബ്ദത്തെ തീവ്രവാദമാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഏജന്റുമാരായി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്, അതിന്റെ പ്രചാരകരായി മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ RSSനെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമല്ലേ അത്? ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അത്തരം ആളുകൾ മനസ്സിലാക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, അവരെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. കാവി അല്ലെങ്കിൽ കതറൊക്കെ ഇട്ടിട്ട് വന്നാൽ വലിയ നേതാക്കന്മാരിങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും. ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വയഖൂലു തസ്മഉ ലിഖൗലിഹിം, അവരെന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുപോകും. ഒരു പ്രസംഗമൊക്കെ വെച്ച് ഇവരിങ്ങനെ മൈക്കിന്റെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നും. RSSകാരൻ വീട് കത്തിച്ചാൽ, RSSകാരൻ ക്ഷേത്രം കത്തിച്ചാൽ ഉടനെ ബേജാറാകുന്നത് മുസ്ലിം നേതാക്കൾക്കാണ്. ഇന്നാൾ മലപ്പുറത്ത് RSSകാരൻ അവിടെ ഒരു പ്രമാദമായ ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിച്ചു. നേരം വെളുക്കുമ്പ് ഒരു മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാരെല്ലാം കൂടെ വാതിലും കൊണ്ടുപോയി അവിടെ പോയി, ഞങ്ങൾ വാതിൽ തരാം. എത്ര വിനയമാണ്, എത്ര സ്നേഹമാണ്. വാതിൽ കൊടുക്കാം, പക്ഷേ സത്യത്തിന് വേണ്ടിയേ കൊടുക്കാവൂ. RSSകാരൻ കത്തിച്ചിട്ട് മുസ്ലിം തലയിടുക, പേടി മുഴുവൻ മുസ്ലിം ഉറങ്ങാൻ പറ്റുന്നില്ല നേതാക്കന്മാർക്ക്. ഈ നേതാക്കന്മാരെ പറ്റി അല്ലാഹു പറഞ്ഞു, വയഖൂലു തസ്മഉ ലിഖൗലിഹിം, ഇവർ പറഞ്ഞാൽ കേട്ടിരുന്നു പോവും. കഅന്നഹും ഖുശ്ബും മുസന്നദ, ഇത്തരം ആളുകൾ മരത്തടികളാണ്, ചാരി വെച്ച മരത്തടികളാണ്. ഒരു ചുക്കും ഇവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. കഅന്നഹും ഖുശ്ബും മുസന്നദ യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദത്തെയും ഇവർ പേടിക്കുകയാണ്, എല്ലാത്തിനെയും പേടിയാണ് ഇവർക്ക്. കുല്ല സ്വൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വ്, ഇവരാണ് ശത്രു, ഇവരെ കരുതിയിരിക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇത് RSSകാരെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പുറത്ത് മതേതരത്വം കാത്തുകൊണ്ട്, മതേതരത്വം എന്ന് പറഞ്ഞാൽ അവരുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നവർ, മതേതരത്വം എന്ന് പറയുന്നതും രാജ്യത്തിന്റെ ഈ അന്തരീക്ഷം നിലനിൽക്കുന്നതും ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നതൊക്കെ ഞങ്ങളുള്ളത് കൊണ്ടാണ് എന്ന് പ്രസംഗിക്കുന്നവർ, യഥാർത്ഥത്തിൽ നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലികളാ. പല്ലി വിചാരിക്കുന്നു ഉത്തരത്തിരിക്കുമ്പോൾ ഞാനാണ് താങ്ങുന്നതെന്ന്. അതുപോലെയേ ഉള്ളൂ, അല്ലാതെ നിങ്ങളൊരു ചുക്കും ഈ സമുദായത്തിന് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചെയ്തിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിന് ഈ കേട് വരൂലല്ലോ. ഇവിടെ ക്യാമ്പുകൾ ഉണ്ടാക്കി, കൊറോണ തടസ്സം വന്നുകൊണ്ട് മാത്രമാണ് NRC വരാത്തത്. അത് ഏത് സമയത്തും വരാം. ഇപ്പോൾ ആസാമിലെ ആ കൂട്ടക്കുരുതി, ആ വെടിവെപ്പ് നടക്കുന്നതും JCB ഉപയോഗിച്ച് ഒഴിപ്പിക്കുന്നതും ആർക്ക് വേണ്ടിയെന്നറിയുമോ? ഈ NRCയുടെ ഭാഗമായി തദ്ദേശീയർ എന്ന് പറയുന്ന ആളുകൾക്ക്, അഥവാ ഹിന്ദുക്കൾക്ക് ആ സ്ഥലം പിടിച്ചെടുത്തു കൊടുക്കാനാ. പരമ്പരാഗതമായി അവിടെ താമസിച്ചു കൊണ്ടിരുന്ന 800 കുടുംബങ്ങളെ മുഴുവൻ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. അവരടിമകളാണ്, അവിടെ എവിടെയെങ്കിലും പോകണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ അവകാശമൊക്കെ ഏറ്റെടുത്ത് ഞങ്ങളാണ് എന്ന ആ ധ്വനി നിർത്തി ആത്മാർത്ഥമായി ഈ സമൂഹത്തിന് കാവലാളുകളാകാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയാണ്. യാഥാർത്ഥ്യം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം വന്നാൽ സംഭവിക്കുന്നത്. ഇതാണ് അപകടം. ഇപ്പോൾ മുസ്ലിങ്ങളെ, എന്തുകൊണ്ട് മുസ്ലിങ്ങളെ എപ്പോഴും അങ്ങനെ പറയുന്നത്? നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രം എന്താ, വേറെ ആരെയും വരികയില്ല ഇപ്പോൾ. കാരണം മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നത് സർവ്വവിധ തിന്മകളുടെയും എതിർക്കുന്ന ഒരു കോട്ടയാണത്. മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, പലിശ, വ്യഭിചാരമടക്കം വംശഹത്യയും കൊലപാതകവും ജാതിമതത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇസ്ലാം എതിരാണ്. ഏത് മതക്കാരനാണെങ്കിലും അവന് മനുഷ്യൻ എന്ന പരിഗണന കൊടുക്കുന്നുണ്ട് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ ഫാസിസം എന്ന് പറയുന്ന ഈ തെമ്മാടി സംഘത്തെ എതിർക്കുന്നതിന് ഇസ്ലാം മുന്നിലാണ്. അതിനെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, അവരുടെ നേതാക്കൾ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നെന്തിന് നിങ്ങൾ പറയണം? നിങ്ങൾ ലാ ഇലാഹ മാത്രം പറ, ഇല്ലല്ലാ എന്നെന്തിന് പറയണം എന്നവർ ചോദിക്കുകയല്ലേ. അപ്പൊ മുസ്ലിം അല്ല പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം. അപ്പൊ എന്തുകൊണ്ട് ഇസ്ലാം എന്ന് ചോദിച്ചാൽ സർവ്വവിധ തിന്മകൾക്കും ഇസ്ലാം എതിരായതുകൊണ്ടാണ്. ഇസ്ലാം അത് കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്തോ, അവർക്ക് മറ്റെന്തെങ്കിലും കൊടുത്തിട്ടോ ഒക്കെ ആളുകളെ കൂട്ടാനും ജാഥ വിളിക്കാനും അനുവദിക്കുന്ന പ്രസ്ഥാനമല്ല ഇസ്ലാം. സർവ്വവിധ തിന്മകൾക്കും എതിരാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ അവർ പിടിക്കുന്നത്. പക്ഷേ ഇസ്ലാമിനെ പിടിച്ചാൽ ബാക്കിയുള്ളതിനെ തകർക്കാൻ എളുപ്പമാണ്, ബാക്കിയുള്ളതിനെ അടിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നാർക്കോട്ടിക് ജിഹാദിന്റെ കാര്യം പറഞ്ഞു അച്ഛൻ. ഒരു ബഹുമാനായ പിതാവ്
ഞാൻ ചോദിക്കട്ടെ, കൊടിയും പിടിച്ച് നടക്കുന്ന ആളുകളൊക്കെ നേതാക്കന്മാരോട് ചോദിക്കുക, രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ വളരെ ഗുരുതരമായ വിഘാതമുണ്ടാക്കിയ മനുഷ്യന്റെ മനസ്സകറ്റിക്കളഞ്ഞ ഒരു വിഷം കോരിയെറിഞ്ഞ് വാരിയെറിഞ്ഞ ബിഷപ്പിനെ തിരുത്താനോ അയാളെ ശാസിക്കാനോ ആരെങ്കിലും തയ്യാറായോ? തയ്യാറായില്ല. അത് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് പിന്തുണയുമായി ചെന്നത് ഒന്നാമത് RSSകാരൻ. അവന് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ലവ് ജിഹാദിന് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങളെ അടിക്കാൻ കിട്ടിയ അടുത്തൊരു വിവാദമായ ഒരു ജിഹാദാണ് നാർക്കോട്ടിക് ജിഹാദ്. അത് കഴിഞ്ഞിട്ടോ ആ ജിഹാദിന് ശേഷം പിന്നീട് ആ സംഭവത്തിന് ശേഷം അച്ഛനെ പിന്താങ്ങി ഇടതിനും വലതിനും മത്സരിച്ചു പോയില്ലേ? അവസാനം ഒരു മന്ത്രി പോലും ചെന്നു. എൻ്റെ പ്രിയമുള്ള ആ പാർട്ടിയിലേക്ക് സഹോദരങ്ങളൊന്ന് ചിന്തിക്കണം. ഇല്ലാത്ത പച്ചക്കള്ളം പറഞ്ഞ് ജിഹാദിന് ആ മന്ത്രി ചെന്ന് കണ്ടിട്ട് പുറത്തു വന്ന് പറഞ്ഞത് അച്ഛൻ മഹാനാണ് പോലും, അച്ഛൻ ഒരുപാട് വിവരമുണ്ടെന്ന്. എന്ത് ന്യായമാ? അതേസമയം ഇവിടെ നിന്നൊരു ശബ്ദമുയർന്നാൽ 100 കേസെടുക്കും, തീവ്രവാദിയാക്കും, ഭീകരവാദിയാക്കും, ജയിലിലടയ്ക്കും ഒക്കെ ചെയ്യൂലേ? എത്ര ആളുകൾ അറസ്റ്റ് ചെയ്തു അങ്ങനെ? പ്രിയമുള്ള സഹോദരങ്ങളെ, നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞ അച്ഛൻ്റെ ആളുകള് അച്ഛന്മാരെ പോലുള്ളവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. ഈ അച്ഛന്മാര് ഈ രാജ്യത്തെ കൊള്ളയടിച്ചത് ബ്രിട്ടീഷുകാരാ. അച്ഛൻ്റെ ആളുകളല്ലേ? വാസ്കോഡഗാമം അച്ഛൻ്റെ ആളല്ലേ? അച്ഛൻ്റെ ആളല്ലേ? അതെ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരോടൊപ്പം നിന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേർന്ന് സമരം ചെയ്തു. രക്തസാക്ഷികളുണ്ടായി. വാരിയംകുന്തനും ടിപ്പു സുൽത്താനും അടക്കമുള്ള ആളുകൾ ധീരമായി രക്തസാക്ഷിത്വം വരിച്ചു. അവസാനം ആയിരക്കണക്ക് 10,000 ആളുകൾ പൊരുതി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യമാക്കി. ആ സ്വാതന്ത്ര്യം നേടുന്നിടത്തൊന്നും ഇവരെ കണ്ടില്ല. ഇവരവരെ കൂടെ നിന്നു. അങ്ങനെ അവർക്ക് രാജ്യത്തിന്റെ കണ്ണായ മേഖലകൾ മുഴുവനും ഒരുപാട് മഠങ്ങളും ഒരുപാട് ഏക്കർ സ്ഥലങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒരുപാട് സ്വത്തുവകകളും കിട്ടി. പിന്നീട് കോൺഗ്രസ് വന്നു. അപ്പൊ കോൺഗ്രസിനോടൊപ്പം നിന്നും മിണ്ടാതെ നിന്നു. അതിനെല്ലാം നികുതി ഇളവ് കിട്ടി. വിദേശ ഫണ്ട് വന്നു. അങ്ങനെ സുഖകരമായി അവർ ജീവിച്ചു. എവിടെയാണോ അധികാരം അവരെ പറ്റി നിൽക്കുക. എന്ത് നടന്നാലും കുഴപ്പമില്ല, അടിച്ചാലും കുഴപ്പമില്ല, ബലാത്സംഗം ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ പോയി. ഇപ്പോൾ BJP വന്നു. അവരുടെ അന്വേഷണ ഏജൻസികൾ ഇവർക്ക് നേരെ തിരിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു? ആകെ ബേജാറായി. ബേജാറാകുക മാത്രമല്ല, പിടിപെടും എന്ന് തോന്നിയപ്പോഴാണ് മുസ്ലിങ്ങളെ അടിക്കുക എന്നൊരു ബുദ്ധി അച്ഛന് വരികയും അവർ കൂടിയാലോചിച്ച് മനഃപൂർവ്വം എടുത്ത ഒന്നാണ് ലവ് ജിഹാദിനെ പോലെ നാർക്കോട്ടിക് ജിഹാദ് തലയിലിടുക. ഇപ്പൊ ശ്രദ്ധ മുഴുവനും മുസ്ലിങ്ങൾക്ക് നേരെ മുസ്ലിം തീവ്രവാദം നാർക്കോട്ടിക് ജിഹാദിലേക്ക് വന്നു. RSSന്റെ പിന്തുണ തൽക്കാലം കിട്ടി. ബിഷപ്പുമാരൊക്കെ ഓർക്കാൻ താൽക്കാലികം മാത്രമാണ്. നിങ്ങൾ ലിസ്റ്റിലുണ്ടവരുടെ ഇത് ഓർത്തു വെക്കണം. ഇതല്ല യാഥാർത്ഥ്യം. ഈ തരത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ഈ സംഘപരിവാർ ഫാഷിസത്തിന്റെ ഈ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ, ഈ അക്രമി സംഘങ്ങളെ തടുത്തു നിർത്താൻ ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ സംഘടിക്കണം. ജാതി മതവും രാഷ്ട്രീയ നിറവ്യത്യാസവുമില്ലാതെ ഒറ്റക്കെട്ടായി അണിനിരക്കണം. വലിയ സ്വഭാവമുള്ള സംഘീ മനസ്സുള്ളവന്മാരെ നിങ്ങൾ കരുതിയിരിക്കണം. ഈ നാണം കെട്ടവർ രാജ്യത്തെ കട്ടുമുടിച്ച്, രാജ്യത്തെ കൊല്ലാക്കൊലകൾ നടത്തി, രാജ്യത്തെ ഒറ്റുകൊടുത്ത്, മഹാത്മാജിയെ കൊന്ന്, രാജ്യത്ത് വിഘടനവാദം ഉന്നയിച്ച് വിലക്കയറ്റമുണ്ടാക്കി, എന്നിട്ട് രാജ്യത്തെ ജനങ്ങളെ അവമാനിച്ച് നടക്കുന്ന ഈ ക്രൂരന്മാരെ, ഈ സംഘീ മനസ്സുള്ളവരെ നിങ്ങൾ തിരിച്ചറിയണം. ഇവരെ ചെറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതൊക്കെ കേൾക്കുമ്പോൾ തീവ്രവാദത്തിന്റെ ഗ്രന്ഥമെന്ന് ആരും കരുതണ്ട. മാനവികതയുടെ ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യത്വത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സൃഷ്ടാവാണ്. അല്ലാഹു ചോദിക്കുന്നത്, അലാ തുഖാതിലൂന ഖൗമൻ നകസു ഐമാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂൽ വഹും ബദഊകും അവ്വല മറ. മൈനാഗപ്പള്ളിയിലുള്ള സഹോദരങ്ങളെ, മൈനാഗപ്പള്ളിയിലുള്ള എല്ലാവരോടും അല്ലാഹു പറയുന്നു, അലാ തുഖാതിലൂന ഖൗമൻ, ഒരു ജനതയോട് നിങ്ങൾ സമരം ചെയ്യുന്നില്ലേ? ഒരു ജനതയെ നിങ്ങൾ ചെറുക്കുന്നില്ലേ? ഒരു ജനതയോട് നിങ്ങൾ പൊരുതുന്നില്ലേ? ആരാണവർ? നകസു ഐമാനഹും, അവർ അവരുടെ കരാറുകൾ ലംഘിച്ചിരിക്കുന്നു. എന്ത് കരാർ ലംഘിച്ചു അവർ? നമ്മൾ ഒന്നാണ്, ജ്ഞാനത്വത്തിൽ ഏകത്വമെന്നാണ് ഇന്ത്യയുടെ മുഖമുദ്ര. എല്ലാ മതക്കാരും സഹോദരന്മാരാണ് ഇന്ത്യൻ ഭരണഘടന. പരസ്പരം ഐക്യവും സ്നേഹമാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ആ കരാറിനെ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന മഹത്തായ കരാറിനെ സംഘപരിവാർ പൊളിച്ചിരിക്കുന്നു. പൊളിച്ചിട്ട് ഭരണഘടന തകർത്ത് മനുവാദം കൊണ്ടുവരാൻ, സവർണനാധിപത്യമുള്ള ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് അധികാരത്തിലേക്ക് വന്നാൽ, ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ പാർലമെന്റ് പോലും മാറ്റിയിട്ട്
സെൻട്രൽ വിസ്ത എന്ന് പറയുന്ന പുതിയ രാമന്റെ ഓഫീസ് തുറക്കാൻ പോകുന്നു. അവർ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതാ അല്ലാഹു പറഞ്ഞു, നകസു ഐമാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂൽ. അവർ ആഗ്രഹിക്കുന്നു, അവർ പദ്ധതിയിടുകയാണ്. എന്തിന്? ഇഖ്റാജിർ റസൂലിന്, സത്യത്തിന്റെ കാവലാളുകളെ പുറത്താക്കാൻ, നീതിയുടെ ശബ്ദത്തെ തളയ്ക്കാൻ, സംഘപരിവാറിനെതിരെ ഒച്ചവെക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ. അതിനു മുന്നിൽ മുസ്ലിങ്ങളായിരിക്കും. അതാണ് ഹമ്മു ബിഇഖ്റാജിർ റസൂൽ. സത്യത്തിന്റെ ശബ്ദമുയർത്തുന്നവരെ പുറത്താക്കാൻ അവർ പ്ലാൻ ഇടുകയാണ്. അതാണ് NRC മറ്റുമൊക്കെ. വഹമ്മു ബിഇഖ്റാജിർ റസൂൽ. എന്നിട്ട് പിന്നെയും അല്ലാഹു പറഞ്ഞു, വഹും ബദഊകും അവ്വല മറ. അവരാണ് തുടങ്ങിയത് കേട്ടോ. നിങ്ങൾ വന്നിട്ട് ഇത് ഈ ന്യൂനപക്ഷ തീവ്രവാദം ഉള്ളത് കൊണ്ടെന്ന് പറയണ്ട. ഇനി വഹമ്മു ബിഇഖ്റാജിർ റസൂൽ വഹും ബദഊകും അവ്വല മറ. അവരാണ് തുടങ്ങിയതിനൊക്കെ തുടക്കം കുറിച്ചത് അല്ലേ? സമാധാനത്തോടെ ജീവിച്ചവർ, ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയവർ, മുഗളന്മാർ, ആർക്കും സംശയമില്ല. ലോകാത്ഭുതങ്ങൾ കെട്ടിപ്പടുത്തവർ, താജ്മഹലും കുത്തബ് മിനാറും ചെങ്കോട്ടയും അതുപോലെ ഫത്തേപൂർ സിക്രിയും അടക്കമുള്ള രാജ്യത്തിന്റെ ലോക അഭിമാനങ്ങൾ കെട്ടിപ്പടുത്തവർ, രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയവർ. ബ്രിട്ടീഷുകാരൻ കൊള്ള ചെയ്തു കൊണ്ടുപോയി അന്ന് അവരുടെ പാദസേവ നടത്തിയവർ, ചെരുപ്പ് നക്കിയവർ. പിന്നീടോ രാജ്യത്ത് മുഴുവൻ എപ്പോഴും കലാപങ്ങൾ ഉണ്ടാക്കിയവർ, രാജ്യത്തൊരു സംഭാവനയും ചെയ്യാത്തവർ, ഇതുവരെയും ചെയ്യാത്തവർ, ചെയ്യാൻ സാധിക്കാത്തവർ. ഈ ആളുകൾ അവരാണ് ഇതൊക്കെ തുടക്കം കുറിച്ചത്, അവരാണ് തുടങ്ങിയത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അതഖ്ശൗനഹും, അവരെ നിങ്ങൾ പേടിക്കുകയാണോ? അവരോട് നിങ്ങൾക്ക് ഭയമാണോ? ഇത് കേൾക്കുമ്പോൾ, ഒച്ച കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ. ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്ത് നീതി നടപ്പാക്കാൻ വേണ്ടി, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി, രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി അവർ അല്ലാഹു ചോദിക്കുന്നതാണ് അതഖ്ശൗനഹും, ഇവരെ നിങ്ങൾ ഭയപ്പെടുകയാണോ? വലാ തഖ്ശൗഹും, പേടിക്കണ്ട. വല്ലാഹു അഹഖു അൻ തഖ്ശൗഹു, ഭയപ്പെടാൻ ഏറ്റവും അർഹൻ അല്ലാഹുവാണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഖാതിലുഹും, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. മൈനാഗപ്പള്ളിക്കാരെ, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ നാട്ടിൽ ഈ സംഘി കുട്ടന്മാരെ നിങ്ങൾ അടിപ്പിക്കരുത്. ആ മെസ്സേജ് നിങ്ങൾ നൽകണം, സംഘികൾക്ക് നൽകണം. അവരുടെ കുടുംബങ്ങളും അറിയട്ടെ. ഇവിടെ നിന്ന് നിലവിളി ഉയരുമ്പോ അപ്പുറത്തുള്ള സംഘിയുടെ വീട്ടിൽ സമാധാനമുണ്ടാകുമെന്ന് അവർ കരുതരുത് എന്ന മെസ്സേജാണ് കൊടുക്കേണ്ടത്. നിലവിളി ഇവിടെ ഉയർന്നാൽ അവിടെയും ഉയരും. ഇത് മനസ്സിലാക്കണം സംഘികൾ. ഇതാണ് പറഞ്ഞത് അല്ലാഹു, ഖാതിലൂഹും, അവരെ നിങ്ങൾ ചെറുക്കണം, പ്രതിരോധിക്കണം. യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിക്കും. യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട്. അല്ലാഹു ഇങ്ങ് സഹായിക്കും, നേരിട്ട് വരൂല. അങ്ങനെയുണ്ടെങ്കിൽ ബദറിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയെ സഹായിക്കണമായിരുന്നു. ഇല്ലല്ലോ. ബദറിൽ കൊണ്ടുപോയി ശത്രുക്കൾ മുന്നിൽ ഇറങ്ങി നിന്ന് മുഖാമുഖം പോരാടി ആ യുദ്ധം കണ്ട് ചില ആളുകൾ മരിച്ചു വീണു, ചില ആളുകൾ രക്തസാക്ഷികളായി. അവസാനമാണ് സഹായമുണ്ടായത്. അതേ സഹായമേ വരികയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഖാതിലൂഹും യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിക്കും. വയുഖ്സിഹിം, അവരെ നിന്ദിരാക്കും. വയൻസുറുക്കും അലൈഹിം, അവർക്കെതിരിൽ നിങ്ങളെ സഹായിക്കും. വയശ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, നിങ്ങളുടെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ. ഈ നിലവിളികൾ ഉയരുമ്പോ ആരുണ്ട് അഭയം നൽകാൻ? എന്റെ സമുദായത്തിലെ, എന്റെ സമൂഹത്തിലെ ദളിതനും മുസ്ലിങ്ങളും ഒക്കെ കൂട്ടമായി ഈ ദുഷ്ടന്മാർക്കെതിരിൽ പശുവിന്റെ പേരിൽ അഖ്ലാഖുമാർ കൊല്ലപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ നിലവിളി. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 14 വയസ്സുകാരനായ ഹാഫിളായ പൊന്നോമന മകൻ ട്രെയിനിൽ നൂറുകണക്കാൾ നോക്കി നിൽക്കെ ലോക്കൽ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ വെച്ച് ആ പാവപ്പെട്ട ഹാഫിളായ പിഞ്ചോമന മകന്റെ ശരീരത്ത് 150-ലേറെ കത്തിക്കുത്തുകൾ പരസ്യമായി കുത്തി ആ പിഞ്ചോമനെ കൊന്ന ക്രൂരൻ മനസ്സുള്ള ഈ സംഘപരിവാറുകാരൻ, പാവപ്പെട്ട ഹത്രാസിലെ ദളിത് പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് വലിച്ചെറിഞ്ഞവന്മാർ. ഇതല്ലേ അല്ലാഹു തആല പറഞ്ഞത്? ഇത് മനസ്സിന്റെ വേദനയാണ്, നമ്മുടെ വേദനയാണ്.
ഈ വേദനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ശാന്തി തരുമെന്നാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കണം. സ്ഖലിതങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഞാൻ പറഞ്ഞത് നമ്മുടെ മുഴുവൻ ആളുകളും, ഈ മൈനാഗപ്പള്ളി നിവാസികൾ മുഴുവനും ഒറ്റക്കെട്ടായി ഈ മെസ്സേജിന്റെ പിന്നിൽ അണിനിരക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആര് നേതാക്കന്മാരാണെങ്കിലും ശരി, ഈ ഒരു വഴിയിൽ ഈ ഉമ്മത്തിന്റെ ഒരു അനാഥത്വം ഇല്ലാതാക്കാൻ, അവർക്ക് ആത്മവിശ്വാസം പകരാൻ ആരുണ്ടെങ്കിലും നാം ഒറ്റക്കെട്ടായി നിൽക്കണം. ആ രീതിയിൽ നിന്നാൽ നമുക്ക് സംഘി എന്ന് പറയുന്ന രാജ്യദ്രോഹിയെ, സംഘി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിന്റെ ഘാതകനെ, സംഘി എന്ന് പറയുന്ന ഒറ്റുകാരനെ, സംഘി എന്ന് പറയുന്ന രാജ്യത്തെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നവനെ, സംഘി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊതുമേഖലാ സ്വത്തുകൾ വിറ്റ് തുലച്ചുകൊണ്ടിരിക്കുന്നവനെ, സംഘി എന്ന് പറയുന്ന രാജ്യത്തെ വിലക്കയറ്റമുണ്ടാക്കി നെറികെട്ട ഭരണം നടത്തി, കഴിവുകെട്ട ഭരണം നടത്തി രാജ്യത്തെ ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നവനെ നമുക്ക് തടുത്തു നിർത്താൻ സാധിക്കും. അതിനെ സാധിക്കുകയുള്ളൂ. ഒറ്റക്കെട്ടായി നിൽക്കുക, അണിനിരക്കുക. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.